റേറ്റഡ് സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിന്റെ അവയർനെസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പുകടി ഏറ്റാലോ കണ്ടാലോ നമ്മൾ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതി, ഇല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യണം. നമുക്ക് ഈ ക്ലാസ് ഒരു കഥ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാം. ഈ കഥയിൽ 3 കഥാപാത്രങ്ങളാണ് ഉള്ളത്: രാധ, രാജു, പിന്നെ ഒരു ഡോക്ടർ. രാധയും രാജുവും കൂടെ ഒരു പാർക്കിൽ കളിക്കാൻ പോയിരിക്കുകയാണ്. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിൽ ഒളിച്ചു കളിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഒളിച്ചു കളിക്കുന്നതിനിടയിൽ രാധ ഒരു ചെടികളുടെ ഇടയിൽ പോയി ഒളിച്ചു. ആ സമയത്ത് രാധയുടെ കാലിൽ പാമ്പ് കടിച്ചു. പാമ്പ് കടിച്ചപ്പോൾ തന്നെ രാധ എന്ത് ചെയ്തു? ആ പാമ്പിന്റെ തല, അതിന്റെ നിറം, പിന്നെ ശരീരപ്രകൃതം എന്നിവ ശ്രദ്ധിച്ചു. അപ്പൊ തന്നെ അവിടെ സഹായത്തിനായിട്ട് രാജുവിനെ വിളിച്ചു. നിങ്ങൾ രാധ ചെയ്ത് ശ്രദ്ധിച്ചത് അതുപോലെ തന്നെ നമുക്ക് പാമ്പ് കടി ഏറ്റാൽ നമ്മൾ പേടിക്കാതെ ആ പാമ്പിന്റെ തല, അതിന്റെ നിറം, ശരീരപ്രകൃതം എന്നിവ ശ്രദ്ധിക്കണം. ഇത് നമുക്ക് ആ പാമ്പിനെ പറ്റിയിട്ട് ഡോക്ടർക്ക് പറഞ്ഞു കൊടുക്കാനും അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് പെട്ടെന്ന് തന്നെ നമുക്ക് തരാനും ഡോക്ടറിന് സഹായിക്കും. രാജ വിളിച്ചപ്പോൾ തന്നെ രാജു ഓടി വന്നിട്ട് അവളെ ഒരു സ്ഥലത്ത് ഇരുത്തി, എന്നിട്ട് അവളെ സമാധാനിപ്പിച്ചു. ശേഷം അവളെ കടന്നിരുന്ന തുണിക്കഷ്ണം എടുത്തിട്ട് മുറിയുടെ 1.5 ചാല് മീതെ ഒരു ചിറവിരലിന്റെ ഗ്യാപ്പില് തുണി ടൈറ്റായി കെട്ടിക്കൊടുത്തു. ശേഷം അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. രാജുവിന്റെ പ്രവൃത്തിയിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഒരാൾക്ക് പാമ്പ് കടിയേറ്റ് നമ്മൾ കാണുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ അയാളെ ചെന്ന് സമാധാനിപ്പിക്കണം. കാരണം അയാൾ ടെൻഷൻ ആയി കഴിഞ്ഞാൽ ഹാർട്ട് ബീറ്റ് ഇൻക്രീസ് ആവും. അതുവഴി ബ്ലഡ് ഫ്ലോ കൂടാനും ഈ വിഷം ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും പെട്ടെന്ന് സ്പ്രെഡ് ആവാനും ചാൻസ് ഉണ്ട്. അപ്പൊ അയാളെ സമാധാനിപ്പിച്ചിട്ട് പെട്ടെന്ന് തന്നെ മുറിയുടെ 1.5 ചാല് മീതെ ഒരു തുണി എടുത്തിട്ട് ഒരു ചീറുവിരലിന്റെ ഗ്യാപ്പിൽ കെട്ടണം. ഇല്ലെങ്കിൽ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ടില്ലെങ്കിൽ ബ്ലഡ് ഫ്ലോ കുറയാനും ചാൻസ് ഉണ്ട്. രക്തം കട്ട പിടിച്ചിട്ട് കൂടുതൽ പ്രശ്നങ്ങൾക്ക് നീങ്ങാൻ സാധ്യതയുണ്ട്. അങ്ങനെ അവർ ഹോസ്പിറ്റലിൽ എത്തുകയും ഡോക്ടറെ സമീപിക്കുകയും ചെയ്യുന്നു. രാധ പാമ്പിന്റെ തല, നിറം, ശരീരപ്രകൃതം എന്നിവ ഡോക്ടർക്ക് വിവരിച്ചു കൊടുക്കും. അങ്ങനെ ഡോക്ടർക്ക് ഏത് പാമ്പാണ് മനസ്സിലാവുകയും അതിനനുസരിച്ചുള്ള ഒരു ട്രീറ്റ്മെന്റ് രാധയ്ക്ക് നൽകാനും സാധിച്ചു. ശേഷം ടെൻഷൻ അടിക്കാതെ പാമ്പിനെ നിരീക്ഷിച്ചതിന് രാധയെ ഡോക്ടർ പ്രശംസിച്ചു. അതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ രാധയെ ഹോസ്പിറ്റലിൽ എത്തിച്ചതിന് രാജുവിനെയും ഡോക്ടർ പ്രശംസിച്ചു. കുറച്ച് കാര്യങ്ങൾ നമുക്കിപ്പോ ഈ കഥയിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇനി കഥയിൽ പറയാത്ത ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ലോകത്തിലാകെ 20% പാമ്പുകൾക്ക് മാത്രമാണ് വിഷമുള്ളൂ. അതിൽ 50% പാമ്പുകൾ മാത്രമാണ് ഫസ്റ്റ് കടിയിൽ തന്നെ വിഷം സ്പ്രെഡ് ചെയ്യുള്ളൂ. ഇനി നമ്മൾ പാമ്പ് കടി ഏറ്റ് കഴിഞ്ഞാല് ആ ഒരു കടിയേറ്റ ബോഡി പാർട്ട് അധികം മൂവ് ചെയ്യാണ്ട് ശ്രദ്ധിക്കണം. കാരണം മൂവ്മെന്റ് നടന്നു കഴിഞ്ഞാൽ ബ്ലഡ് ഫ്ലോ കൂടുകയും അത് പെട്ടെന്ന് തന്നെ ബാക്കി സ്ഥലങ്ങളിലേക്ക് സ്പ്രെഡ് ആവാനും ചാൻസ് ഉണ്ട്. വിഷമുള്ള പാമ്പുകൾ നമ്മളെ കടിച്ചാലും പെട്ടെന്നുള്ള ഫസ്റ്റ് എയ്ഡും ട്രീറ്റ്മെന്റും കൊണ്ട് നമുക്ക് ആ ഒരു ഇഞ്ചുറിയിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയും. പാമ്പ് കടി ഏറ്റാൽ പെട്ടെന്ന് തന്നെ ടെൻഷൻ ആവാതെ അടുത്തുള്ള ആളെനെ വിളിച്ചിട്ട് അവരോട് പെട്ടെന്ന് തന്നെ ആംബുലൻസോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് എത്താനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ പറയുക. പാമ്പ് കടി ഏറ്റ ഉടനെ തന്നെ ടൈറ്റ് ആയിട്ടുള്ള ക്ലോത്ത്, അതേപോലെ മോതിരം, വാച്ച്, വള അങ്ങനെ എന്തെങ്കിലും ആ ഭാഗത്ത് ഉണ്ടെങ്കിൽ പെട്ടെന്ന് അഴിച്ചു മാറ്റി ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ പിന്നെ ആ ഭാഗം വീങ്ങി കഴിഞ്ഞാൽ നമുക്കത് റിമൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പാമ്പ് കടി ഏറ്റ സമയത്ത് നമ്മൾ കഫീൻ അല്ലെങ്കിൽ ആൽക്കഹോൾ കൺസ്യൂം ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്താൻ ശ്രമിക്കുക. ഇത് നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യാനും വിഷം പെട്ടെന്ന് നമ്മുടെ ശരീരത്തിലേക്ക് സ്പ്രെഡ് ചെയ്യാനും സാധ്യത കൂടും. പാമ്പ് കടി ഏറ്റ ആ മുറിവിന്റെ അവിടെ ഐസ് ക്യൂബ് വെച്ച് സ്ക്രബ് ചെയ്യാനോ അല്ലെങ്കിൽ കത്തി പോലുള്ള ടൂൾസ് വെച്ചിട്ട് ആ ഭാഗം തട്ടിക്കാനോ പാടില്ല. കൂടുതൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കാനും കൂടുതൽ ഗുരുതരാവസ്ഥയിലേക്ക് എത്തിക്കാനും ഇടയുണ്ട്. പാമ്പ് കടി ഏറ്റ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇത്ര നേരം ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഞാൻ 4 പോയിന്റായി ചുരുക്കി പറഞ്ഞുതരാം. ആദ്യം നമ്മള് പാമ്പ് കടി ഏറ്റാല് ടെൻഷൻ ആവാതെ ആ പാമ്പിനെ ശ്രദ്ധിക്കുക. ശേഷം അടുത്തുള്ള ആളെ സഹായത്തിനായിട്ട് വിളിക്കുക. പിന്നെ ഒരു തുണി എടുത്തിട്ട് ഈ പാമ്പ് കടിച്ച മുറിയുടെ 1.5 ചാല് വിട്ടിട്ട് ഭയങ്കര ടൈറ്റ് ആവുമല്ല, എന്നാൽ ലൂസ് ആവാതെ ജസ്റ്റ് ഒന്ന് കെട്ടാം. അതിനുശേഷം പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കാം. ഇതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കുക, അല്ലെങ്കിൽ താഴെ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. പിന്നെ നമ്മുടെ ലോകത്ത് പാമ്പ് കടി ഏറ്റ വിഷം കൊണ്ട് മരിക്കുന്നതിനേക്കാളും കൂടുതൽ ഈ കടിച്ച് ടെൻഷനായ പാനിക് അറ്റാക്ക് വന്നിട്ടാണ് ആൾക്കാർ മരിക്കുന്നത്. അപ്പൊ അതേപോലെ ആൾക്കാർക്ക് ഇനി സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഈ വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാം.